നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ മണ്ഡലങ്ങളിൽ കൺവെൻഷനുകളുമായി സജീവമാവുകയാണ് മുസ്ലിം ലീഗ്. നിലമ്പൂരിൽ നടന്ന ലീഗിന്റെ രാഷ്ട്രീയ ജാഗ്രതാ സദസ്സിൽ PV അൻവറും ഭാഗമായി. സർക്കാരിന്റെ പതനത്തിന്റെ തുടക്കമാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. UDF സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ച കോൺഗ്രസിന് വിട്ട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് വേഗത കൂട്ടുകയാണ് മുസ്ലിം ലീഗ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ രണ്ടാമത്തെ കൺവെൻഷനും സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിലെ ആദ്യ പേരുകാരായ ആര്യടൻ ഷൗക്കത്തും VS ജോയും ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയ ജാഗ്രതാ സദസ്സിൽ പങ്കെടുത്തു. PV അൻവറിന്റെ സാന്നിധ്യവും പരിപാടിയിൽ ശ്രദ്ധേയമായി. അൻവറിന്റെ മുന്നണി പ്രവേശന ചർച്ചകൾ സജീവമായിരിക്കെയാണ് വീണ്ടും ലീഗ് വേദിയിലെത്തിയത്. UDF ഒറ്റക്കെട്ടാണെന്നും ആരും മനപ്പായസം ഉണ്ണേണ്ടെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ. പലരും നമ്മളോടൊക്കെ പ്രത്യേകിച്ച് മീഡിയക്കൊക്കെ ഒരു സംശയമായിരുന്നു, മലപ്പുറത്ത് ഐക്യജനാധിപത്യ അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന്. പക്ഷേ അങ്ങനെ ആരും മനപ്പായസം ഉണ്ണേണ്ടതില്ല. ഐക്യജനാധിപത്യത്തിന് വളരെ ശക്തമായിട്ട് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഐക്യജനാധിപത്യ മുന്നണി ആ ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്തും. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഐക്യജനാധിപത്യ മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയ വെന്നിക്കൊടി പറപ്പിക്കും. ശങ്ക വേണ്ട, ആദ്യത്തെ പോലെ ശക്തമായ സൗഹൃദമുള്ള സംസ്ഥാനം വീണ്ടെടുക്കാൻ UDF മുന്നോട്ട് വരും. എല്ലാവിധ പിന്തുണയും കോൺഗ്രസിന്റെ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ഇവിടെ പറഞ്ഞതുപോലെ അത് അവർ പ്രഖ്യാപിക്കും, പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കും. UDF ജയിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചതിന് ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞ PV അൻവർ പിണറായിയും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണയെന്ന് കൂട്ടിച്ചേർത്തു. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് UDF-ഉം LDF-ഉം തമ്മിലാണ് എന്ന് ആരും കരുതണ്ട. ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കേരളത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതിൽ എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്യുന്നത് ഈ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ, ആ വോട്ട് ആന്റി പിണറായി വോട്ടായിരിക്കും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പട്ടിക KPCC ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അതേസമയം സ്വതന്ത്രനെയാണ് LDF പരിഗണിക്കുന്നത്. ന്യൂസ് മലയാളം, മലപ്പുറം.